അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. UDF തകർത്ത കേരളത്തെ നവകേരളമാക്കി മാറ്റിയത് ഇടതു സർക്കാരെന്ന് AC മൊയ്തീൻ. വടക്കാഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ ഇടതുപക്ഷം നവകേരളമാക്കി മാറ്റിയെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കാലത്ത് എല്ലാ മേഖലകളിലും പിന്നോട്ടു പോയ സംസ്ഥാനത്തെ വികസിത കേരളമാക്കി മാറ്റിയത് പിണറായി സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമയം ചുരുങ്ങി എന്നതുകൊണ്ട് പ്രവർത്തനത്തിന് ഒരു കുറവുണ്ടായിക്കൂട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ ആ പ്രവർത്തനം ഏറ്റെടുത്തു എന്നുള്ളതാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനിൽ ഒഴുകിയെത്തിയ നിങ്ങളുടെ സാന്നിധ്യം വ്യക്തമാക്കണം. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം തകർത്തെറിഞ്ഞ ഒരു കേരളത്തെ നവകേരളമാക്കി പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. എന്തിനാ ഉമ്മൻചാണ്ടി പറയണമെന്ന് ചോദിച്ചാൽ ആ കാലം ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയാണ്. സർവനാശം വിതച്ചൊരു കാലമാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാകെ തകർത്ത കാലമാണ്. നാട്ടിനെ ഇരുട്ടിലാക്കുകയും അപമാന ഭാരതത്താൽ മറക്കാൻ മലയാളി എന്ന് പറഞ്ഞു നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്നെത്തിച്ച ഭരണമാണ്. 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വികസന രംഗത്തും ക്ഷേമരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഈ കേരളത്തിലുണ്ടായ മാറ്റമുണ്ട്. വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ MR സോമനാരായണൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി, PN സുരേന്ദ്രൻ, EM സതീശൻ, MU കബീർ, മിനി അരവിന്ദൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.